ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ തീർത്തും നാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ടാസ്കിന് ശേഷം ഗബ്രിയും ജാസ്മിനും ചേർന്ന് റോക്കിയെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് റോക്കി ദേഷ്യപ്പെട്ട് ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി ഇടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചർച്ചയായി മാറുകയാണ്. പ്രോപ്പർട്ടി തകർത്ത റോക്കിക്കെതിരെ നടപടിയെടുക്കാൻ ബിഗ് ബോസ് പവർ ടീമിനോട് ആവശ്യപ്പെടുന്നതായുള്ള പ്രമോ വീഡിയോയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ജോൺ ബ്രിട്ടോ എന്ന ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. റോക്കിയുടെ പ്രകടനത്തെക്കുറിച്ചും പ്രോപ്പർട്ടി തകർത്ത സംഭവത്തെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച നടക്കുന്നത്. റോക്കി തുടർന്നും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് പ്രേക്ഷകരുടെ ആവശ്യമാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന മുഴുവൻ കണ്ടന്റുകളും ഈ ഒരു വ്യക്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. റോക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു, അതിൽ പിടിച്ചു തൂങ്ങി ബാക്കി 17 പേർ. റോക്കി ഒരു ചെറിയ പുലിയല്ല, ഒരു പുപ്പുലിയാണ്. ദേഷ്യവും സംഭാഷണ രീതിയും ഒന്ന് ശരിയാക്കിയാൽ ഉറപ്പായും ടോപ്പ് 5-ൽ കാണേണ്ട മത്സരാർത്ഥിയാണെന്നാണ് റോക്കിയെക്കുറിച്ച് കുറിപ്പിൽ പറയുന്നത്. താക്കീതുകൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഇന്നും ലിവിംഗ് റൂമിൽ വെച്ച് ഒരു സംഭവം നടക്കുന്നു. കഴിഞ്ഞ ദിവസം റോക്കി ബിഗ് ബോസ് സെറ്റ് പ്രോപ്പർട്ടിയിൽ കൈകൊണ്ട് ഇടിച്ചതാണ് സംഭവം. ഈ ഒരു വിഷയത്തിൽ റോക്കിക്കെതിരെ എന്ത് നടപടിയാണ് പവർ ടീം എടുക്കുന്നതെന്ന് എനിക്കറിയണമെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത്. പവർ ടീം 5 പേരും കൂടിയെടുത്ത തീരുമാനം റോക്കിയെ പുറത്താക്കണമെന്നായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. ഒരിക്കലും പവർ റൂം മെമ്പേഴ്സിന് ഒരാളെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്താക്കാനുള്ള അധികാരം എന്തായാലും ഇല്ല എന്ന് നമുക്കറിയാം. അത് ചെയ്യേണ്ടത് പ്രേക്ഷകരായ നമ്മളാണെന്ന് തന്നെ ബിഗ് ബോസ് പറയും. റോക്കി തുടർന്നും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് പ്രേക്ഷകരുടെ ആവശ്യമാണ്. നിലവിലെ എല്ലാ കണ്ടന്റുകളും റോക്കി വഴിയാണ് ഇപ്പോൾ വരുന്നത്. വീണ്ടും റോക്കിക്ക് ഒരു അവസാന താക്കീത് കൊടുക്കാൻ ഈ ഒരു വിഷയത്തിൽ സാധ്യതയുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി റോക്കി എന്ത് ചെയ്താലും റോക്കിക്ക് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാകും. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ദേഷ്യവും സംഭാഷണ രീതിയും പ്രൊവോക്കേഷനിൽ ചെന്ന് വീണ് കൊടുക്കുന്നതും റോക്കിയുടെ ഒരു ദൗർബല്യമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഒരിക്കലും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൊണ്ടു നടക്കാൻ പാടില്ലാത്ത ശീലങ്ങൾ. ഈ ശീലങ്ങൾ തരണം ചെയ്യാൻ റോക്കിക്ക് സാധിച്ചാൽ ജനപിന്തുണ കൂടുകയും ചെയ്യും. ആദ്യ 2 സ്ഥാനങ്ങളിലെത്താൻ റോക്കിക്ക് സാധിക്കുകയും ചെയ്യുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം പ്രൊമോ പുറത്തു വന്നതിന് പിന്നാലെ റോക്കിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത്. ബിഗ് ബോസ് ഹൗസിലെ സാധനങ്ങൾ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. റോക്കിക്ക് ശിക്ഷ കിട്ടും. ജാസ്മിനും ഗബ്രിക്കും 2 എണ്ണം കൊടുത്താൽ നന്നായേനെ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ. ഏതായാലും ബിഗ് ബോസ് വീട്ടിലെ കബോർഡ് പൊട്ടിച്ചതിന് റോക്കിക്ക് ശിക്ഷ കിട്ടാൻ സാധ്യത ഏറെയാണ്. അതേസമയം ജാസ്മിനും ഗബ്രിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് പരക്കുന്നുണ്ട്. അനാവശ്യമായി റോക്കിയെ ലക്ഷ്യം വെച്ച് പ്രകോപിപ്പിക്കുകയും ചെയ്തതോടെ അത് ഇരട്ടിയായിരിക്കുകയാണ്. മാത്രമല്ല, ഇരുവരും പ്രണയത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും 24 മണിക്കൂറും ഒന്നിച്ച് നടക്കുന്നതും തെറ്റ് ചെയ്താലും ജാസ്മിൻ ഗബ്രിയെ ന്യായീകരിക്കുന്നതുമെല്ലാം നെഗറ്റീവായാണ് ഷോയ്ക്ക് അകത്തും പുറത്തും ഇരുവർക്കുമുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.